Going to be the next Chief Minister of Kerala? Well, early indications suggest that V.D. Satheesan seems to be having the numbers. In fact, CNN News 18 sources do confirm to us, according to some of the party numbers given within the party itself, the internal count, we understand that V.D. Satheesan is having the backing of nearly 32 MLAs, and that's ahead of K.C. Venugopal, who has only 22. Ramesh Chennitala has six of the MLAs backing him, and a small group aligned with the High Command's choice. Now, according to sources, V.D. Satheesan is backed by around 32 MLAs, which I will repeat again, ahead of K.C. Venugopal, who has 22 in support of him, and Ramesh Chennitala, who has 6 in support of him. Sources say that the shift is quite clear now during consultations between the Congress High Command and Kerala leaders after the UDF's victory. It appears that the numbers are stacking up in favor of V.D. Satheesan. Within the party, however, there have been efforts to continue to project K.C. Venugopal, a senior AICC leader, closer to the national leadership as a strong contender. This is what sources tell us, that there is. കേരളത്തിലെ മാധ്യമങ്ങൾ വിളമ്പും പോലെയല്ല ഡൽഹിയിലെ കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മെനിഞ്ഞാന്ന് ഡൽഹിയിൽ നടന്ന മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ കൃത്യമായിട്ട് അവിടെ വി.ഡി. സതീശൻ ഉണ്ടായിരുന്നു, സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, കെ.സി. ജോസഫ് ഉണ്ടായിരുന്നു. 3 മണിക്കൂറിലേറെ നേരം നീണ്ട ആ ചർച്ചക്കൊടുവിൽ ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ ചർച്ചയിൽ കേരളത്തിലെ വീണ്ടും എം എൽ എമാരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്, ഹൈക്കമാൻഡ് സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ട ഫിഗറുകളെ ഒന്നുമല്ല. കൃത്യമായിട്ട് 32 MLA പിന്തുണ അത് സതീശനുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. 32 MLA, കെ.സി. വേണുഗോപാലിന് 22 MLA, രമേശ് ചെന്നിത്തലയ്ക്ക് 6 MLA പിന്തുണ. ഇങ്ങനെയാണ് നമ്പറുകൾ എന്നാണ് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന്റെ സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന മാപ്രകൾ നടത്തുന്ന കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ അവരുടെ തലക്കെട്ടുകളോ ഒന്നുമല്ല ഡൽഹിയിലെ ചർച്ച എന്ന് പറയുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. സോണിയാഗാന്ധി ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവണം, ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനം സോണിയാഗാന്ധി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ, ഞാൻ പറഞ്ഞ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു വിത്തിൻ 24 hours കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനം വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് സോണിയാഗാന്ധി തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ള ഒരു നിലപാട് അവരെടുത്തിരിക്കുന്നു. കാരണം കെ.സി. വേണുഗോപാൽ MLA ആയിട്ട് മത്സരിക്കണമെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും, അല്ലേ? ഒന്ന്, ഈ പറയുന്ന ആലപ്പുഴയിലെ MP ആണ് കെ.സി. വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. പിന്നെ കേരളത്തിൽ നിയമസഭയിലേക്ക് എത്താൻ വേണ്ടി കെ.സി. വേണുഗോപാൽ വീണ്ടും മത്സരിക്കേണ്ടി വരും. അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പുകളെ പാർട്ടി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് പോകേണ്ട, കാരണം അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടികൾ ഉണ്ടാകും, ജനം മാറ്റി വിധി എഴുതും എന്നുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധി ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് അതൊരു ഘടകമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് 32 MLA പിന്തുണ. ആ പിന്തുണ ഈ പറയുന്ന വി.ഡി. സതീശനാണ് എന്നുള്ള കാര്യമാണ് മെനിഞ്ഞാന്നത്തെ 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ. കാരണം ഈ പറയുന്ന AICC നിരീക്ഷകർക്ക് മുമ്പിൽ MLA പറഞ്ഞതും അത് തന്നെയാണോ കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ 3 മണിക്കൂറിനിടയിൽ കോൺഗ്രസിൻ്റെ MLA ബന്ധപ്പെട്ടു
കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 32 MLA മാർ എന്ന് പറഞ്ഞാൽ 63 ആളുകളാണ്, ഐ തിങ്ക് സോ 63 ആളുകളാണ് കോൺഗ്രസ് പ്രതിനിധികളായിട്ട് ഇപ്രാവശ്യം നിയമസഭയിലുള്ളത് അല്ലേ. ഈ 63 ആളുകളിൽ 32 ആളുകൾ വി ഡി സതീശനൊപ്പം നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെയുള്ളത് 22 MLA മാർ കെ സി വേണുഗോപാലിനൊപ്പവും 6 MLA മാർ ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്കൊപ്പവും നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾ ഡൽഹിയിലെ സിറ്റുവേഷൻ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന കേരളത്തിലെ മാപ്രകൾ പറയും പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സതീശനിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞു. കൃത്യമായിട്ട് സതീശനിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നടക്കാനുള്ളത് വളരെ വളരെ ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രഖ്യാപനം കൊണ്ട് ഈ പറയുന്ന എല്ലാം അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ സതീശൻ എന്നുള്ള ആ ഒരു പേരിലേക്ക് തീരുമാനം അല്ലെങ്കിൽ ധാരണയായിരിക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം ഇനിയുള്ളത് ഈ പറയുന്ന കെ സി വേണുഗോപാലിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, അതുപോലെ രമേശ് ചെന്നിത്തലയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള ചില ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടി ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള ഓരോരോ പ്രഖ്യാപനത്തോടൊപ്പം ഇവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചർച്ചകൾ 3 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ വീണ്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ 63 MLA മാരെയും ഹൈക്കമാൻഡ് വീണ്ടും ബന്ധപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതും ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നുള്ള ആ ഒരു സ്ഥിരീകരണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ KPCCയുടെ ഇന്ദിരാഭവനിൽ ഈ കോൺഗ്രസിൻ്റെ MLA മാരെ വിളിച്ചു വരുത്തി AICC നിരീക്ഷകർ മുകുൾ വാസനിക്കും അതുപോലെ ഈ പറയുന്ന അജയ് മാക്കനോ അല്ലേ, 2 പേരും അതുപോലെ ദീപാദാസ് മുൻഷിയും കേട്ട അവർ അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതിന് പുറമെ വി ഡി സതീശൻ, സണ്ണി ജോസഫ്, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഈ 4 പേരുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിലും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ 63 MLA മാരെയും ഫോണിൽ വിളിച്ച് വീണ്ടും ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ അവരുമായി സംസാരിച്ചു. ആ സംസാരത്തിലാണ് 32 MLA മാർ കെ സി വേണുഗോപാലിനൊപ്പം വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറയാനുള്ള കാരണം. എന്താണെങ്കിലും ജനവികാരം എന്നൊന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ ഈ MLA മാർ അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്, ഒരു പോസിബിലിറ്റി. കാരണം MLA മാരെ ഇന്ദിരാഭവനിൽ വെച്ച് ചിലപ്പോൾ ഈ പറയുന്ന കെ സി വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞേക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ MLA മാർ ഇന്ന ആളെ പേര് പറഞ്ഞു എന്നുള്ളത് വന്നപ്പോൾ ജനങ്ങൾ അത്രയും ഈ MLA മാരെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് സതീശനെ പിന്തുണക്കണമെന്നുള്ള ആവശ്യം അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ വൈകുന്നേരമായപ്പോൾ മാറ്റിയതാണോ എന്നുള്ളതും അറിയില്ല. എന്താണെങ്കിലും 32 MLA മാരുടെ പിന്തുണ സതീശനാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം സോണിയാഗാന്ധിയുടെ നിലപാട് ഒരു ഉപതെരഞ്ഞെടുപ്പ്, 1 അല്ല 2 ഉപതെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തേണ്ട, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കേണ്ട എന്നുള്ള നിലപാട് സോണിയാഗാന്ധി സ്വീകരിച്ചതായിട്ടുമാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെ എന്ന് പറഞ്ഞ് നാളെ രാവിലെക്കുള്ളിൽ ഒരു 24 മണിക്കൂറിനകം സതീശന്റെ പേര് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനവികാരം, അതിനപ്പുറമല്ല മറ്റുള്ള ഒന്നും. കാരണം രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനപ്രവർത്തനമാണ്, ജനസേവനമാണ്. ആ ജനസേവനത്തിൽ
ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ അൾട്ടിമേറ്റ് അവരുടെ ചട്ടക്കൂട് എന്ന് പറയുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനവികാരത്തിനൊപ്പം നിൽക്കുക എന്നാണെങ്കിലും കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സതീശൻ തന്നെ കേരളം നയിക്കും. കേരളം വോട്ട് ചെയ്ത, കേരളം ആഗ്രഹിച്ച, കേരളത്തിൻ്റെ പൊതുസമൂഹം കണക്ക് കൂട്ടിയ വി ഡി തന്നെ നയിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.